ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാൻ സർക്കാർ പൗരന്മാരോട് സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വാട്സാപ്പ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സർക്കാർ നിയന്ത്രിത മാധ്യമമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് അഥവാ IRIB ആണ് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ, പ്രത്യേകിച്ച് ലൊക്കേഷൻ ഡാറ്റ ഉൾപ്പെടെ ശേഖരിച്ച് വാട്സാപ്പ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൈമാറുന്നുണ്ട് എന്ന ആരോപണമാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്നാൽ ആരോപണം തള്ളി വാട്സാപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് സോഷ്യൽ മീഡിയ നിയന്ത്രണത്തിലുള്ള നിർദ്ദേശം വരുന്നത്. ലബനാനിൽ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് നടത്തിയ പേജർ ആക്രമണത്തിന്റെ മാതൃകയിൽ ഇറാൻ നേതാക്കളെ ലക്ഷ്യമിട്ട് ഒരു ആക്രമണം അണിയറയിൽ ഒരുങ്ങുന്നതായി ചില ഇസ്രായേൽ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് സ്ഫോടനം നടത്താനാണ് നീക്കമെന്ന് ചില റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള രഹസ്യ നീക്കങ്ങൾക്കിടയിലാണ് വാട്സാപ്പ് ഡിലീറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം പൗരന്മാർക്ക് ലഭിക്കുന്നത്. വാട്സാപ്പിന്റെ മാതൃ കമ്പനിയായ മെറ്റയ്ക്കെതിരെ പലതവണ ഇസ്രായേലുമായി നേരിട്ട് ബന്ധമുള്ളതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പുതിയ മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ആരോപണങ്ങളോട് വാട്സാപ്പ് ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തെറ്റായ റിപ്പോർട്ടുകളാണ് ഇതെല്ലാം എന്നാണ് വാട്സാപ്പിന്റെ പ്രതികരണം. ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഞങ്ങളുടെ സേവനങ്ങൾ തടയാനുള്ള ന്യായമായി ഇത്തരം റിപ്പോർട്ടുകളെ ഉപയോഗിക്കുമോ എന്നാണ് ഞങ്ങളുടെ ആശങ്ക. വാട്സാപ്പിന്റെ സന്ദേശങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ മെസ്സേജുകൾ അയക്കുന്നയാൾക്കും സ്വീകർത്താവിനും മാത്രമേ വായിക്കാൻ കഴിയൂ. സേവനദാതാക്കളായ വാട്സാപ്പ് ഉൾപ്പെടെ മൂന്നാമതൊരു കക്ഷിക്ക് ഈ സന്ദേശങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്നും വാട്സാപ്പ് അവകാശപ്പെടുന്നുണ്ട്. വാട്സാപ്പിന്റെ അവകാശവാദം അങ്ങനെയാണെങ്കിലും മെറ്റയുടെ മെസ്സേജിംഗ് ആപ്പ് പൂർണ്ണമായും ഹാക്കിങ്ങിൽ നിന്ന് മുക്തമാണെന്ന് പറയാനാവില്ല. 2019 ഇസ്രായേൽ ആസ്ഥാനമായുള്ള NSO ഗ്രൂപ്പിന്റെ പെഗാസസ് എന്ന മാൽവെയർ ഉപയോഗിച്ച് 1400ഓളം പേർ സൈബർ ആക്രമണത്തിനിരയായിരുന്നു. ആക്ടിവിസ്റ്റുകളും മാധ്യമപ്രവർത്തകരുമാണ് വ്യാപകമായി ഹാക്കിങ്ങിനിരയായത്. റിപ്പോർട്ടുകൾക്ക് പിന്നാലെ NSO ഗ്രൂപ്പിനെതിരെ വാട്സാപ്പ് നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. വാട്സാപ്പ് മെറ്റ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നില്ലെന്ന കാര്യം തെളിയിക്കപ്പെട്ടതാണെന്നാണ് സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ഗ്രിഗോറി ഫാൽക്കോ പറയുന്നത്. യൂസർമാർ വാട്സാപ്പ് ഉപയോഗിക്കുന്ന രീതിയും മറ്റ് വിവരങ്ങളുമൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു പ്രശ്നം ഡാറ്റ പരമാധികാരമാണ്. ചില രാജ്യങ്ങളിലെ വാട്സാപ്പ് ഡാറ്റ അതേ രാജ്യത്തല്ല സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പലതും വിദേശ രാജ്യങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇറാനിലെ വാട്സാപ്പ് ഡാറ്റയും അത്തരത്തിൽ വിദേശത്തെ എവിടെയോ സൂക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ആഗോള ഡാറ്റാ ശൃംഖലയുടെ വിശ്വസ്തതയുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് പല രാജ്യങ്ങളും ഇത്തരം ഡാറ്റകൾ സ്വന്തം രാജ്യത്ത് തന്നെ സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറായ ഫാൽക്കോ ചൂണ്ടിക്കാട്ടുന്നു. വാട്സാപ്പ് സഹായത്തോടെ ഗസയിൽ ഫലസ്തീനികളെയും ഹമാസ് നേതാക്കളെയും ലക്ഷ്യമിട്ട് ഓപ്പറേഷനുകൾ നടന്നതായി 2024 ഏപ്രിലിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. വാട്സാപ്പിലെ വിവരങ്ങളും ലാവൻഡർ എന്നീ പേരുള്ള ഒരു AI സംവിധാനവും ഉപയോഗിച്ച് ഗസാമുനമ്പിലെ ജനങ്ങളുടെ നീക്കം നിരീക്ഷിച്ച് ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വാട്സാപ്പ് അന്ന് തള്ളിയിരുന്നുവെങ്കിലും മെസ്സേജിംഗ് ആപ്പുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ആശങ്കകൾ തന്നെയാകും പുതിയ നിർദ്ദേശത്തിന് പിന്നിലെന്നുമാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ശാസ്ത്രജ്ഞരെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയുമെല്ലാം ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. ഇറാന്റെ മണ്ണിൽ തന്നെ മൊസാദിന്റെ രഹസ്യ ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. തെഹ്റാനിൽ ഉൾപ്പെടെ രഹസ്യ ഡ്രോൺ താവളങ്ങൾ സെറ്റ് ചെയ്ത ശേഷമായിരുന്നു ഇസ്രായേൽ മിസൈൽ ആക്രമണം തുടങ്ങിയത് എന്നാണ് മൊസാദ് വാദിച്ചത്. ഈ ഡ്രോൺ താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ തകർക്കുകയും ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും മൊസാദ് പുറത്തുവിട്ടിരുന്നു. ഈ അവകാശവാദങ്ങളിൽ ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും രാജ്യത്ത് മൊസാദിന്റെ ചാരവൃത്തി വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ അവർക്കും തർക്കമുണ്ടാകില്ല. കഴിഞ്ഞ ദിവസം പോലും മൊസാദ് ചാരന്മാരെ ലക്ഷ്യമിട്ട് വ്യാപകമായ റെയ്ഡുകളും ഓപ്പറേഷനുകളും ഇറാനിലുടനീളം നടന്നിരുന്നു. മൊസാദിന്റെ രഹസ്യ ഡ്രോൺ വർക്ക്ഷോപ്പുകളിൽ ഒന്ന് കണ്ടെത്തി തകർത്തതായും ഇറാൻ പോലീസ് അവകാശപ്പെട്ടു.